നോവലിസ്റ്റും നോവലിലെ കഥാപാത്രവും മുഖാമുഖം കണ്ടുനിന്ന വികാരജന്യമായ മുഹൂർത്തങ്ങൾ പണിക്കരുടെ ജീവിതത്തിൽ നിരവധി ഉണ്ടായിട്ടുണ്ട്. കഥാപാത്രങ്ങളോട് എനിക്ക് തോന്നിയ ആഭിമുഖ്യത്തിന് ഒരു ഉദാഹരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ വിജയ എന്ന് പറയുന്ന കഥാപാത്രമാണ്. കഥ ഇങ്ങനെയാണ്. ഞാൻ ഒന്ന് രണ്ടത്തെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാതൃകയും ഇല്ലാതെ ഞാൻ സൃഷ്ടിച്ച ഈ കഥാപാത്രം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പാലക്കാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിനടുത്തുള്ള രതീഭവനിലിരുന്നാണ് ഈ നോവൽ എഴുതുന്നത്. 66-67. അപ്പോൾ ഈ വിജയയുടെ പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോയി ഇവൾ മരിക്കുന്ന രംഗം ഞാൻ എഴുതിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കണ്ണുകൾ നിറയുകയും ഞാൻ കണ്ണീർ വാർക്കുകയും ചെയ്തിരുന്നു. കാരണം ആ കഥാപാത്രത്തിൻ്റെ മരണം എന്നെ അത്ര ഒലയ്ക്കുകയുണ്ടായി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തോട് ഈ എഴുത്തുകാരൻ എന്നുള്ള എനിക്കുള്ള ഒരു ബന്ധം ഇത് പല എഴുത്തുകാർക്കും ഇങ്ങനെ ഉണ്ടായെന്ന് വരാം. ഇതൊരു വൈകാരികമായ ഒരു ബന്ധമാണ്. ശരിക്കും ഇതിനൊരു മാതൃകയില്ല. അതാണ് അതിൻ്റെ വളരെ രസകരമായ കാര്യം. മാതൃകയില്ല. ഇപ്പോൾ ചെറുകഥകളിലും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. ചിലതിൽ കുറച്ച് മാതൃകകളുണ്ടാവും. പക്ഷെ പലപ്പോഴും ഞാൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പല ആളുകളിൽ കാണുന്ന അംശങ്ങൾ, പലപ്പോഴായി അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുവന്നാണ് പലപ്പോഴും ഒരു കഥാപാത്രത്തിന് കൊടുക്കുന്നത്. ഒരു ക്രിയേറ്റർ, സ്രഷ്ടാവെന്ന് പറയുമ്പോൾ ഞാൻ മാതൃകയാക്കുന്ന ആൾ പോലും വായിച്ചാൽ തോന്നണം ഇത് എന്നെയും കൂടി മനസ്സിൽ വെച്ചാണോ എഴുതിയതെന്ന് തോന്നണം. എനിക്ക് അതിനിടയ്ക്കൊരു ദുഃഖകരമായ ഒരു അനുഭവം ഉണ്ടായത് എല്ലാം ഒന്ന് തുറന്നു പറയാനെന്നുള്ള നോവൽ. അത് കലാകൗമുദിയിൽ ഖണ്ണശ വന്നതാണ്. അതിലും പാലക്കാടും തിരുവനന്തപുരമൊക്കെ പശ്ചാത്തലമാണ്. അതിൽ ലീല എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ 3 പെൺകുട്ടികൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിൽ ഒരു കുട്ടി പറഞ്ഞു വളരെ സന്തോഷമുണ്ട്, പറഞ്ഞാൽ സാർ ഇത് മനസ്സിൽ വെച്ച് എഴുതിയല്ലോ എന്ന്. പക്ഷേ ഒരു കുട്ടി അതിൻ്റെ പേരിൽ എൻ്റെ കൂടി പരിഭവിച്ച് പിണങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഥാപാത്രമാണ്, ഇത് ജീവിതം, ആത്മകഥയല്ല. വേറെയും 3-ലധികം കുട്ടികളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ ഞാൻ ഒരു കുട്ടിക്ക് രൂപം നൽകിയത്. അപ്പോൾ ഇത് മുഴുവൻ നിങ്ങളല്ല, ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ. പക്ഷേ അങ്ങനെ ഒരു ദുഃഖാനുഭവം എനിക്കുണ്ടായി. ഈ 3 കഥാപാത്രങ്ങളെ ഒന്നിച്ചൊരു കഥാപാത്രമാക്കി മാറ്റിയപ്പോൾ ഈ മാതൃകകളായ 3 പേരിൽ ഒരാൾ, അത് ഞാൻ പറഞ്ഞില്ല, ആ കുട്ടി അറിയില്ലായിരുന്നു, അത് വേറൊരു മണ്ടത്തരം പറ്റി. ഞാൻ പറഞ്ഞു ഇയാൾ ഉൾപ്പെടെയുള്ള 3-4 കുട്ടികളെ മനസ്സിൽ വെച്ചാണ് എഴുതിയതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതാണ് ഈ കഥാപാത്രങ്ങളും എഴുത്തുകാരനും തമ്മിലുള്ള ബന്ധം. വിശ്വാസം ബുദ്ധിശക്തിയുടേതു മാത്രമല്ല, മറ്റു പലതും ചേർന്നതാണ്. മുഖ്യമായും അതൊരു വികാരമാണ്. ചിലർക്ക് അത് ജീവവായു പോലെയും. അവരുടെ ദൃഢവിശ്വാസമാണ് അവരുടെ രക്ഷാകവചം എന്ന് തുറന്നു പ്രഖ്യാപിക്കാൻ സ്ഥിതപ്രജ്ഞനായ പണിക്കർക്ക് മടിയുണ്ടായില്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന 1-2 മാറ്റങ്ങൾ, ഞാൻ കുഞ്ഞിനാളിലെ വലിയ ഈശ്വര വിശ്വാസിയായിരുന്നു. ഇപ്പോൾ വെങ്ങാനൂരാണെങ്കിൽ നീലകേശി മുടിപ്പുര അമ്മച്ചി പ്രൈമറി സ്കൂൾ കോമ്പൗണ്ടിലായിരുന്നു. ഇപ്പോഴാണ് നമ്മളൊന്ന് മാറ്റിയത്. അപ്പോൾ മുടിപ്പുര അമ്മച്ചി, പിന്നെ കുടുംബത്തിലെ പരദേവതകൾ, മരിച്ച ആളുകളെയൊക്കെ വെച്ച് നമ്മൾ പൂജയൊക്കെ നടത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പാറശാല ചെന്നപ്പോൾ ദിവസവും 2 തവണ കുളിച്ച് മഹാദേവരെ വന്ദിക്കുമായിരുന്നു ശിവക്ഷേത്രത്തിൽ. അപ്പോൾ ശിവനെ കുറിച്ചിട്ട് എനിക്ക്, അപ്പോൾ എനിക്ക് നടരാജൻ എന്ന പേരിട്ടത് തന്നെ അമ്മ ഇട്ടത് ഈ ശിവൻ്റെ പേര് വെച്ചാണ്. പാറശാല എൻ്റെ അച്ഛൻ്റെ വീടും അങ്ങനെയാണ് എനിക്ക് ഈ പേര് വന്നത്, നടരാജൻ, നടേശൻ എന്നൊക്കെ വന്നത്. ഇത് കഴിഞ്ഞ് നെടുമങ്ങാട്ടി എന്ന് ഈ കമ്മ്യൂണിസവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലുള്ള കുറേ ഒരു ഇളക്കം സംഭവിച്ചു. എൻ്റെ ആദ്യത്തെ കഥ ഈ ദൈവം ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദൈവനിഷേധമാണ്. പക്ഷേ അത് കഴിഞ്ഞ് ക്രമേണ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഈ രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ള വിശ്വാസ തകർച്ചയും ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ ആധ്യാത്മികത എന്ന് പറയുന്ന അങ്ങനെ തള്ളിപ്പറയാവുന്ന അത്ര നിസ്സാരമല്ലെന്ന് എനിക്ക് തോന്നി. ഒന്ന് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൽ പോകുന്നു. അപ്പോൾ രാഷ്ട്രീയ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മനസ്സ് തിരിച്ചു വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താ പറയുക, ഒരു പരസ്പരമുള്ള ഒരു ബന്ധമാണ് എന്നുള്ള ഒരു തോന്നലിലാണ് എത്തിയത്. ഇപ്പോൾ ടാഗോറിൻ്റെ കവിതകളിൽ പറയാറുണ്ട്, മനുഷ്യന് ദൈവത്തെ ആവശ്യമാണ്, അതുപോലെ ദൈവത്തിന് മനുഷ്യനെയും. കാരണം ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന അങ്ങയുടെ വീണയിലെ ഒരു കമ്പിയാകാൻ എന്നെ അനുവദിച്ചാലും അപ്പോൾ എൻ്റെ നിശബ്ദമായ ഹൃദയം ശബ്ദിച്ചു തുടങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ സംഗീതം, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സംഗീതമാണ്, അതിലെ ഒരു ഭാഗമാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു കമ്പി കൂടിയാകുമ്പോൾ ആ വീണയ്ക്ക് കുറേ കൂടി പൂർണ്ണതയായി. പിന്നെ ഈ എത്ര ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ടും നമുക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. എന്തോ ഒരു ശക്തി ഉണ്ട്. ഒരു മതം മറ്റതിനേക്കാളും കേമോ എന്ന് പറയുന്ന അർത്ഥമില്ല. മറ്റേ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറണമെന്ന് പറയുന്നത് തന്നെ വയലൻസാണ്, പാസീവ് വയലൻസാണ്. അപ്പോൾ നമ്മളെല്ലാം ദൈവത്തിൻ്റെ പൊതുവായ ഒരു ദൈവത്തിൻ്റെ ആണെന്നുള്ള ഒരു മട്ടിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ആധ്യാത്മിക ചിന്തകളൊക്കെ എൻ്റെ എഴുത്തിനെയും ജീവിത രീതിയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ ദൈവമേ എന്ന് നമ്മൾ അറിയാതെ വിളിച്ചു പോകും, നമ്മുടെ രക്തത്തിലുള്ളതാണ്. രണ്ട് മൂന്ന് ബൃഹത്തായ കൃതികൾ എഴുതാനുള്ള ആഗ്രഹമുണ്ട്. കുറേശ്ശെ എഴുതിയവയാണ്. ഒന്ന്, ഒരു നോവൽ, ഒരു 100 അധ്യായമെങ്കിലും വരുന്ന ഒരു നോവലാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിൻ്റെ ഒരു രൂപരേഖയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ 4-5 അധ്യായം എഴുതിയിട്ട് പിന്നെ എഴുത്ത് നടക്കുന്നില്ല. അത് ഒരു 1945 മുതൽ ഇതുവരെയുള്ള കേരളീയ ജീവിതം, ചരിത്ര നോവൽ അങ്ങനെയൊന്നുമല്ല, പല കഥാപാത്രങ്ങളിലൂടെ പല കുടുംബങ്ങളിലൂടെ കൊണ്ടുവരിക ഒരു വലിയൊരു അറ്റംപ്റ്റാണ്. അത് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒന്നുള്ളത് ഷേക്സ്പിയറെക്കുറിച്ചുള്ളൊരു കൃതി. അത് സാധാരണ പഠനമല്ല, ഓരോ കൃതിയും ഷേക്സ്പിയർ പ്രപഞ്ചം എന്നുള്ള പേരിൽ തയ്യാറാക്കാൻ അതും കുറച്ച് ജോലി നടന്നു, ബാക്കിയുള്ളത് നടന്നിട്ടില്ല. ഇങ്ങനെ 2 മേജർ വർക്കുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന ക്ലാസിക്കുകൾ ഉണ്ടാവുക എന്നതാണ് ഏതൊരു സാഹിത്യത്തിൻ്റെയും ധന്യത. അത്തരമൊരു രചനയുടെ സുമുഹൂർത്തത്തിലാണ് പണിക്കർ സാറ് ഇപ്പോൾ.